ഹായ് ഓൾ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഷെറിഡൻ എഴുതിയിട്ടുള്ള ദ സ്കൂൾ ഫോർ സ്കാൻഡിൽ എന്ന് പറയുന്ന ഒരു ഡ്രാമയെക്കുറിച്ചാണ്. നമുക്ക് ഇതിലെ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങളെ നോക്കാം. ഒന്നാമതായിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ലേഡി സ്നീർവലാണ്. പിന്നീട് സ്നേക്ക്, ചാൾസ് സർഫേസ്, ജോസഫ് സർഫേസ്, മരിയ, ലേഡി ടീസൽ, സർ പീറ്റർ ടീസൽ, സർ ഒലിവർ സർഫേസ്, മിസ്റ്റർ പ്രീമിയം, മിസ്റ്റർ സ്റ്റാൻലി, മോസസ്, കെയർലെസ് എന്നിങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യം നമുക്ക് ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ സ്കാൻഡിൽ മീൻസ് പരദൂഷണം, അതല്ലെങ്കിൽ അപവാദം പറഞ്ഞു വരുത്തുക എന്നൊക്കെയാണ്. ഈ ഒരു ഡ്രാമയ്ക്ക് എന്താണ് ദ സ്കൂൾ ഫോർ സ്കാൻഡിൽ എന്ന് പേര് വന്നത് എന്ന ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾക്ക് സമ്മറി കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സോ നമുക്ക് സമ്മറിയിലേക്ക് കടക്കാം. ഈ ഒരു ഡ്രാമ തുടങ്ങുന്നത് ലണ്ടനിലുള്ള ലേഡി സ്നീർവലിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ടാണ്. ലേഡി സ്നീർവൽ ഒരു വെൽത്തി വിഡോ ആണ്. ഇവരുടെ ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത് ഗോസിപ്പുകൾ പറഞ്ഞു വരുത്തുക എന്നുള്ളതാണ്. ഇതിനായിട്ട് സ്നീർവൽ അവളുടെ സെർവൻ്റായിട്ടുള്ള സ്നേക്കിനോട് ആളുകളെക്കുറിച്ച് സ്റ്റോറീസ് പറഞ്ഞു വരുത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. ഇത് കാരണം അവിടെ ഒരുപാട് ഡിവോഴ്സുകൾ, ബ്രേക്കപ്പുകൾ, മിസ് ഇൻഹെറിറ്റൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കറണ്ടായിട്ട് ഇപ്പോൾ സ്നീർവൽ ചാൾസ് എന്ന് പറയുന്ന ഒരു നോബിൾ മാൻ്റെയും അതുപോലെ തന്നെ മരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെയും ലവ് അഫെയർ തകർക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ചാൾസ് സർഫേസിനോട് ക്രഷുള്ള സ്നീർവൽ അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ബ്രേക്കപ്പിന് ശ്രമിക്കുന്നത്. മരിയ എന്ന് പറയുന്ന പെൺകുട്ടിയെയാണ് ചാൾസ് സ്നേഹിക്കുന്നത്. മരിയ ഇപ്പോൾ ജീവിക്കുന്നത് സർ പീറ്റർ ടീസ്ലെ എന്ന് പറയുന്ന ആളുടെ കൂടെയാണ്. ഒരു പീറ്റർ ടീസ്ലർ ഒരു വെൽത്തി മാനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ അനന്തരാവകാശിയായിട്ടുള്ള മരിയയുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ അയാൾ എഴുതി നൽകുന്നുണ്ട്. ഈ ഒരു പീറ്റർ കുറേ കാലമായിട്ട് ബാച്ചിലറായിട്ടായിരുന്നു ജീവിച്ചത്. എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ റീസെൻ്റായിട്ട് അയാൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കൺട്രി സൈഡിൽ നിന്നുള്ള ലേഡി ടീസലിനെയാണ് പീറ്റർ കല്യാണം കഴിക്കുന്നത്. ചാൾസിന് മരിയയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മരിയയെ അയാൾ സീരിയസ് ആയിട്ടാണ് സ്നേഹിച്ചത്. എങ്കിലും അദ്ദേഹത്തിന് ആളുകൾക്കിടയിൽ പണമൊക്കെ തൂത്തുവാരി കളയുന്ന ഗാംബ്ലർ എന്ന് പറയുന്ന ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ചാൾസിൻ്റെ ബ്രദറാണ് ജോസഫ് എന്ന് പറയുന്നത്. ജോസഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാൾസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജോസഫ്. ആളുകൾക്കിടയിൽ ഇദ്ദേഹത്തിന് നല്ല റെപ്യൂട്ടേഷനാണ്. എന്നാൽ ഇയാളുടെ തനി നിറം നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹിപ്പോക്രാറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഈ ഒരു ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. മരിയയുടെ സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജോസഫും മരിയയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ചാൾസിനെയും മരിയയെയും പരസ്പരം അകറ്റാൻ വേണ്ടിയിട്ട് ലേഡി സ്നീർവൽ ചാൾസും ലേഡി ടീസലും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന റൂമർ പറഞ്ഞു വരുത്തുന്നുണ്ട്. ആക്ച്വലി ലേഡി ടീസലും ചാൾസും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇനി ലേഡി ടീസലിലേക്ക് പോവുകയാണെങ്കിൽ കൺട്രി സൈഡിൽ നിന്നും വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഒരു ലേഡി ടീസൽ. 7 മാസങ്ങൾക്ക് മുമ്പാണ് പീറ്റർ ഇവളെ കല്യാണം കഴിക്കുന്നത്. കൺട്രി സൈഡിൽ ജീവിച്ചത് കൊണ്ട് തന്നെ ലേഡി ടീസൽ വെർച്വസ് ആയിട്ടുള്ള പെൺകുട്ടിയാവും എന്ന് കരുതിയിട്ടാണ് പീറ്റർ ടീസൽ ലേഡി ടീസലിനെ കല്യാണം കഴിക്കുന്നത്. എന്നാൽ ലേഡി ടീസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളിപ്പോൾ സിറ്റി ഡ്രസ്സിലും ഫാഷനിലും ഒക്കെ മുഴുകി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്കും റൂമർസും ഗോസിപ്പും ഒക്കെ പരത്തുന്ന ഇഷ്ടമുള്ള ഒരു ഹോബിയായിരുന്നു. ഇതൊക്കെ കാരണം പീറ്റർ ടീസലും ലേഡി ടീസലും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. അതുമാത്രമല്ല, പീറ്ററിനെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മരിയയുടെ ഫിയാൻസിയായിട്ട് അയാൾ തിരഞ്ഞെടുത്തിരുന്നത് ജോസഫിനെ ആയിരുന്നു. ഇതിന് കാരണം ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ചാൾസിനേക്കാളും ബെറ്റർ ജോസഫാണ്. ചാൾസിന് പറയുന്നത് വെറുതെ ഗാംബ്ലിംഗ് ഒക്കെ നടത്തിയിട്ട് പണമൊക്കെ തൂത്തുവാരി നടക്കുന്ന ആളാണ് ചാൾസ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ബെറ്റർ ജോസഫാണെന്നാണ് പീറ്റർ കരുതുന്നത്. അതുമാത്രമല്ല, ചാൾസും ലേഡി ടീസലും തമ്മിൽ എന്തൊക്കെയോ ഒരു റിലേഷൻ ഉണ്ട് എന്നും ഒരു റൂമർ പീറ്റർ കേട്ടിരുന്നു. ഇതൊക്കെ കാരണം ചാൾസിനോട് പീറ്ററിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ മരിയയുടെ ഫിയാൻസിയായിട്ട് ജോസഫിനെ ആയിരുന്നു കണ്ടിരുന്നത്. എന്നാൽ മരിയക്കാണെങ്കിൽ ചാൾസിനോടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. ജോസഫ് ആണെങ്കിൽ ഒരേ സമയം ലേഡി ടീസലിനെയും അതുപോലെ തന്നെ മരിയയെയും സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ചാൾസിൻ്റെയും ജോസഫിൻ്റെയും അങ്കിളായിട്ടുള്ള ഒലിവർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നത്. 16 വർഷത്തെ വെസ്റ്റ് ഇൻഡീസ് ലൈഫ് ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു ഒലിവർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഒലിവറും അതുപോലെ തന്നെ പീറ്ററും നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. ഒലിവർ വന്നിട്ട് പീറ്ററിനോട് പറയും തൻ്റെ അനന്തരാവകാശിയായിട്ട് ചാൾസിനെയോ അതല്ലെങ്കിൽ ജോസഫിനെയോ തിരഞ്ഞെടുക്കണം. അതിനു വേണ്ടിയിട്ട് അവരെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം പീറ്ററിനോട് ഒലിവർ പറയും. ഇത് കേട്ട് പീറ്റർ ചാൾസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് ജോസഫാണെന്ന് ഒലിവറിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഒലിവർ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാൾസിനെയും അതുപോലെ തന്നെ ജോസഫിനെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതിനായിട്ട് ഒലിവർ ഒരു മിസ്റ്റർ പ്രീമിയം എന്ന മണി ലെൻഡറിൻ്റെ വേഷം കെട്ടിയിട്ട് ചാൾസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
അയാളുടെ കൂടെ അയാളുടെ സഹായിയായിട്ടുള്ള മോസസ് എന്ന് പറയുന്ന ഒരു ജൂയിഷ് മണി ലെൻഡറും കൂടിയുണ്ട്. അങ്ങനെ മിസ്റ്റർ പ്രീമിയവും മോസസും കൂടി ചാൾസിൻ്റെ അടുത്തേക്ക് കടന്നു പോകുന്ന ഒരു രംഗമാണ് ഇവിടെ കാണിക്കുന്നത്. ആ സമയത്ത് ചാൾസ് ആണെങ്കിൽ ചാൾസിൻ്റെ ഫ്രണ്ടായിട്ടുള്ള കെയർലെസിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് ഈ ഒരു മിസ്റ്റർ പ്രീമിയവും അതുപോലെ തന്നെ മോസസും കൂടി കടന്നു വരുന്നത്. മിസ്റ്റർ പ്രീമിയം ഒരു മണി ലെൻഡർ ആണെന്ന് മനസ്സിലാക്കിയ ചാൾസ് അയാളോട് ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ മിസ്റ്റർ പ്രീമിയം പറയും, എനിക്ക് നിങ്ങൾക്ക് ലോണ് തരാനൊന്നും പറ്റില്ല, പകരം നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടീസ് എനിക്ക് തരികയാണെങ്കിൽ ഞാനത് വാങ്ങിയിട്ട് അതിൻ്റെ കാശ് നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ ചാൾസ് അതിന് ഓക്കെ പറയുകയാണ്. പക്ഷെങ്കിൽ എല്ലാ പ്രോപ്പർട്ടിയും താൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള തൻ്റെ അങ്കിൾ ഒലിവറിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം താൻ വിൽക്കില്ല എന്ന് ചാൾസ് പറയുമ്പോൾ ഒലിവറിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് ഒലിവർ ജോസഫിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. ഈ സമയം നമ്മളുടെ ജോസഫിൻ്റെ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ജോസഫിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ലേഡി ടീസിൽ അയാളുടെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. ജോസഫിൻ്റെ സെഡ്യൂസിൽ ലേഡി ടീസിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ജോസഫ് ലേഡി ടീസലിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു പീറ്റർ ടീസലെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. തൻ്റെ ഹസ്ബൻഡിനെ കണ്ടതും ലേഡി ടീസൽ അവിടെയുള്ള ഒരു കാർട്ടൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ പീറ്റർ ജോസഫിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ചാൾസും ലേഡി ടീസലും തമ്മിൽ എന്തെങ്കിലും ലവ് അഫെയർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു സംസാരത്തിനിടയിൽ ജോസഫിൻ്റെയും അതുപോലെ തന്നെ മരിയയുടെയും വിവാഹത്തെക്കുറിച്ചിട്ടും സർ പീറ്റർ ജോസഫിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ലേഡി ടീസൽ ഷോക്കാവുകയാണ്. കാരണം എന്താ അറിയോ, ജോസഫ് ഒരേ സമയം രണ്ടാളെയും സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ലേഡി ടീസലിന് അറിയില്ലായിരുന്നു. തൊട്ടടുത്തായിട്ട് ഈ ഒരു സീനിലേക്ക് ചാൾസ് കടന്നു വരികയാണ്. ചാൾസിനെ കണ്ടതും പീറ്റർ അവിടെയുള്ള ഒരു ക്ലോസറ്റിന് പിറകിൽ ഹൈഡായിട്ട് ഇവരുടെ സംസാരം ഒളിഞ്ഞു കേൾക്കുകയാണ്. ചാൾസ് ഇപ്പോൾ വന്നിട്ടുള്ളത് ജോസഫും ലേഡി ടീസലും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചാൾസ് എത്തിയതും ജോസഫ് അയാളോട് ചോദിക്കും, നിനക്കും ലേഡി ടീസനും തമ്മിൽ എന്തെങ്കിലും ലവ് അഫെയർ ഉണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ ചാൾസ് പറയും, ഒരിക്കലുമില്ല, ഞാൻ മരിയയെ സിൻസിയറായിട്ടാണ് പ്രേമിക്കുന്നത് എന്നൊരു മറുപടി ചാൾസ് നൽകും. അത് കഴിഞ്ഞിട്ട് ചാൾസ് ജോസഫിനോട് ചോദിക്കുകയാണ്, നിനക്കും ലേഡി ടീസനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെയാണല്ലോ ഞാൻ അറിഞ്ഞത്, അത് ശരിയാണോ എന്ന് ജോസഫിനോട് അയാൾ ചോദിക്കുകയാണ്. ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന പീറ്ററിന് ഭയങ്കര ആശ്വാസമാവുകയാണ്. കാരണം എന്താ അറിയോ, അയാൾ ഇത്രയും കാലം കേട്ടിരുന്ന റൂമർ എന്ന് പറയുന്നത് ചാൾസും ലേഡി ടീസറും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നതായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ ചാൾസിൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയതുകൊണ്ട് തന്നെ പീറ്ററിന് ഭയങ്കര ആശ്വാസമാവുകയാണ്. തൊട്ടടുത്ത സീനിൽ ചാൾസ് ആ ഒരു കാർട്ടൻ്റെ താഴെയായിട്ട് ഒരു പെറ്റിക്കോട്ട് കാണുകയാണ്. അയാൾ ഒട്ടും സമയം കളയാതെ കാർട്ടൻ വെളിച്ച് താഴേക്ക് ഇടുമ്പോൾ ആ ഒരു ലേഡി ടീസലിനെ അതിൻ്റെ ബാക്ക് കാണുകയാണ്. അങ്ങനെ സംഗതിയെല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയ ജോസഫ് ഒരു എക്സ്ക്യൂസ് പറയാൻ ശ്രമിച്ചെങ്കിലും ജോസഫ് ഒരു ഹിപ്പോക്രാറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല ലേഡി ടീസൽ അവളുടെ ഹസ്ബൻഡിനോട് യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിലേക്കാണ് ഒലിവർ ജോസഫിനെ കാണാൻ വേണ്ടിയിട്ട് വേഷം മാറി വരുന്നത്. അങ്ങനെ ഒലിവർ ജോസഫിൻ്റെ അടുത്തേക്ക് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പുവർ ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ വേഷത്തിലായിരുന്നു കടന്നു വന്നിരുന്നത്. അങ്ങനെ സ്റ്റാൻലി ഹെൽപ്പ് ചോദിക്കും. ആ ഒരു സമയത്ത് ജോസഫ് അതിനെ വിസമ്മതിക്കുന്നു. അയാൾ പറയും, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എൻ്റെ അങ്കിളായിട്ടുള്ള ഒലിവർ ഉണ്ടല്ലോ, അദ്ദേഹം എന്നെ സഹായിക്കുന്നൊന്നുമില്ല എന്ന് ആ ഒരു സ്റ്റാൻലിയോട് ഈ ഒരു ജോസഫ് പറയാണ്. ഇത് കേട്ട ഒലിവറിന് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവുന്നുണ്ട്. ഒലിവർ അപ്പോൾ ചിന്തിച്ചു കൂട്ടിയത് താൻ ജോസഫിന് 12,000 പൗണ്ട് വരെ കൊടുത്തിട്ടും ഇവൻ ഇങ്ങനെയാണോ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ഒലിവർ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ ജോസഫിൻ്റെ പ്രവൃത്തിയിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒലിവർ തൻ്റെ അവകാശത്തിൽ നിന്നും ജോസഫിനെ ഡിസ്ഹെറിൻറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഇതേ സമയം ലേഡി സ്നീർവൽ ചാൾസിനെയും മരിയയെയും ബ്രേക്കപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ അറ്റംപ്റ്റിന് ശ്രമിക്കുകയാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ചാൾസിനെ സ്വന്തമാക്കണം എന്ന ആ ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ നാട്ടുകാരുടെ ഇടയിലൊക്കെ താനും ചാൾസും എൻഗേജ്ഡ് ആണ് എന്നുകൂടെ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. എന്നാൽ അവളുടെ ഈ ഒരു കെട്ടുകഥകളൊക്കെ അവളെ സഹായിയായിട്ടുള്ള സ്നേക്ക് പൊളിക്കുന്നുണ്ട്. യഥാർത്ഥ്യങ്ങളൊക്കെ അവൾ തുറന്നു പറയുകയും ചെയ്തതോട് കൂടിയിട്ടാണ് ഈ ഒരു ലേഡി സ്നീർവലിൻ്റെ കള്ളക്കഥകളൊക്കെ പാളിപ്പോകുന്നത്. അങ്ങനെ ഡ്രാമയുടെ അവസാനത്തിലെത്തുമ്പോൾ ചാൾസും മരിയയും തമ്മിൽ എൻഗേജ്ഡ് ആവുകയും ഒലിവറിൻ്റെ മുഴുവൻ സ്വത്തിൻ്റെയും അവകാശിയായിട്ട് ചാൾസ് മാറുന്നതോടുകൂടിയുമാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഷെറിഡൻ്റെ ഈ ഒരു ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.